ഈ ഹാരപ്പോ മോഹൻജദാരോ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രതിമകൾ അതിനെ വിഗ്രഹങ്ങൾ എന്ന് വിളിക്കാമോ എന്നെനിക്ക് സംശയമുണ്ട്. അതിൽ ചരിത്രകാരന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത്. അത് വിഗ്രഹാരാധനയാണ് എന്ന് അസംദിഗ്ധമായി അല്ലെങ്കിൽ തീർത്ത് പറയുവാനും കഴിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആരാധനകൾ ഉണ്ടാവാമോ നമുക്കറിഞ്ഞുകൂടാ. അതിലേക്ക് ഇനി കൂടുതൽ അന്വേഷണം നടക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു തലയിൽ മൃഗത്തിൻ്റെ രൂപമുള്ള ചുറ്റും മൃഗങ്ങൾ കൂടിയിരിക്കുന്ന ഒരു ബിംബത്തെ ശിവനാണ് എന്ന് പറയുന്നുണ്ട്. അത് ശിവനാണ് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. നമ്മൾ ആരോപിക്കുക. ഇപ്പം നൃത്തം ചെയ്യുന്ന ഒരാളുടെ പ്രതിമ എന്ന് നമ്മൾ പറയുക, അത് നമ്മൾ നൃത്തത്തെ അങ്ങോട്ട് ആരോപിക്കുക. അത് തന്നെയാണോ എന്ന് ആർക്കറിയാം. അതിലേക്ക് ഇനിയും കൂടുതൽ അന്വേഷണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. ഹാരപ്പൻ മോഹൻജദാരോ ആ സംസ്കാര കാലത്തിന് വിഗ്രഹാരാധന ഉണ്ടായിരുന്നു എന്ന് പറയാൻ തക്ക തെളിവുകൾ നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതിലേക്ക് കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു കാര്യം തീർത്ത് പറയാൻ കഴിയും, ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ സാമവേദത്തിലോ എന്തില്ല? വിഗ്രഹാരാധനയേ ഇല്ല. വിഗ്രഹാരാധനയെ സംബന്ധിച്ച യാതൊരു പരാമർശങ്ങളും ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ സാമവേദത്തിലോ അഥർവേദത്തിലോ ഇല്ല. വളരെ പിൽക്കാലത്ത് രചിക്കപ്പെടുന്ന വൈഗാനസ ഗൃഹ്യസൂത്രത്തിൽ ചെറിയ ചെറിയ ബിംബങ്ങൾ ബ്രാഹ്മണർ അവരുടെ വീടുകളിൽ വെച്ച് ആരാധിക്കുന്നതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. അതും ചരിത്ര പണ്ഡിതനായ R.S. ശർമ്മ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശീയ ഗോത്രജന വിഭാഗങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളെ സ്വാംശീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവാം അവർ അത് സൃഷ്ടിച്ചത്. ഒരു ഉദാഹരണം അതിലേക്ക് പറയാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് തടിയിൽ തീർത്ത ഒരു പ്രതിമയാണ് അവിടെ ഉള്ളത്. അവിടുത്തെ പ്രധാന ബിംബം എന്ന് പറയുന്നത് തടിയിൽ തീർത്തതാണ്. ആ തടിയിൽ തീർത്ത ബിംബം ഈ പുരിയിലെ ആദിവാസി ഗോത്ര ജനത അവരുടെ ദൈവത്തെ ഈ തടിയിലാണ് ആരാധിച്ചിരുന്നത്. തടിയിലാണ്. ഒരു പ്രത്യേക ഗോത്രവിഭാഗത്തിൻ്റെ പേര്, ഞാൻ ആ ഗോത്രവിഭാഗക്കാരുടെ പേര് ഇപ്പോൾ മറന്നുപോയി. ആ ഗോത്രവിഭാഗം ആരാധിച്ചിരുന്ന ആ ബിംബം, ശിലയിൽ ഈ തടിയിൽ തീർത്ത ബിംബം അവിടേക്ക് കടന്നു വന്ന ബ്രാഹ്മണർ എന്ത് ചെയ്തു? സ്വാംശീകരിക്കുകയും ക്ഷേത്രമാക്കി മാറ്റുകയൊക്കെ ചെയ്ത ഒരു സവിശേഷ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. ഇത് തിരുപ്പതിയെ സംബന്ധിച്ച് ഇങ്ങനെ നമുക്ക് കാണാം. തിരുപ്പതിയിൽ ആദ്യകാലത്ത് തിരുപ്പതി ക്ഷേത്രം ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ ആയിരുന്നു. സ്കന്ദപുരാണം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്കന്ദപുരാണത്തിൽ ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ സങ്കേതമായിരുന്നു തിരുപ്പതി എന്നറിയാൻ കഴിയും. പക്ഷേ ആ തിരുപ്പതി അപഹരിക്കപ്പെട്ടു. പ്രാചീന യോക്കോച്ചിയുടെ വളരെ വിഖ്യാതമായ പഠനമുണ്ട്, ദ വാരിയർ ഗോഡസ്. ആ പഠനത്തിൽ യോക്കോച്ചി പറയുന്നത് വിന്ധ്യാപർവ്വത വനവാസികളുടെ ദൈവമായിരുന്നു അവിടുത്തെ അമ്മ ദൈവസങ്കല്പങ്ങൾ, കറുത്ത ദൈവങ്ങൾ, കറുത്ത ശിലയിൽ ആരാധിക്കുന്ന ദൈവങ്ങൾ. പിൽക്കാലത്ത് 10-ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണേന്ത്യയിലേക്ക് വന്ന വിന്ധ്യാപർവ്വത തടങ്ങളിലേക്ക് അധിവസിക്കാൻ വന്ന ബ്രാഹ്മണർ എന്തു ചെയ്തു? ദേവീ മാഹാത്മ്യവും മാർക്കണ്ഡേയ പുരാണവും മറ്റും രചിച്ച് ഈ വിന്ധ്യാപർവ്വത വനവാസികളുടെ ദൈവസങ്കല്പത്തെ സ്വാംശീകരിച്ച് ദുർഗയും ഭദ്രകാളിയുമാക്കി മാറ്റിയതിൻ്റെ ചരിത്രം ജാപ്പനീസ് സംസ്കൃത പണ്ഡിതയായ യോക്കോച്ചി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധന അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ആരാധനാ സമ്പ്രദായമൊന്നും ആയിട്ടായിരിക്കില്ല നിലനിൽക്കുന്നുണ്ടാവുക. എന്തായാലും ഒരു കാര്യം തീർത്ത് പറയാം, വൈദികമായ സമ്പ്രദായങ്ങളിൽ വിഗ്രഹാരാധന ഇല്ല. അത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ, ആദിവാസികളുടെ, ഗോത്രനിവാസികളുടെ പൂജാ സമ്പ്രദായങ്ങളെ, താന്ത്രികമായ ആരാധനാ സമ്പ്രദായങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് ബ്രാഹ്മണർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ബ്രാഹ്മണരുടെ നിത്യജീവിതവുമായി വിഗ്രഹാരാധനയ്ക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല.